ചക്കരക്കൂന്തല്, കാരല്, ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റ് വല പിടിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിരിക്കാൻ പറ്റിയ കുറേ കാഴ്ചകളുണ്ട് ഇതിനകത്ത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ കാണുന്നതിനെക്കാട്ടി ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. ഈ വല പിടിക്കുന്ന ബാബുച്ചാനാണ്, ബാബുച്ചാൻ്റെ സീനോരയാണ് ഇത്. ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രിയിൽ ലൈറ്റ് കത്തിച്ചാണ് മീൻ പിടിക്കുന്നത്. വെച്ചാൽ ലൈറ്റ് ഓൺ ആക്കി ഇട്ടിട്ട് ലൈറ്റ് വട്ടം കണ്ട് കുറേ പൊടിമീനും കാര്യങ്ങളും, വലിയ മീനും വരാറുണ്ട്, അത് നമ്മുടെ ഭാഗ്യം പോലിരിക്കും. പൊടിമീനും കാര്യങ്ങളൊക്കെ കൂടുതൽ ഈ ലൈറ്റ് വട്ടത്ത് വന്നിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ മീൻ വല പിടിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മീൻ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കായൽ മീനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചൂട, കൊഞ്ച്, അങ്ങനെ പൊടിമീനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബാബുച്ചാനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷായിട്ട് മേടിക്കാം. നമ്മൾ സ്ഥിരമായിട്ട് മീൻ കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ ചേരി കടവ്, നമ്മളൊരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ നോർമലി നമുക്ക് കിട്ടുന്ന മീനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളത് അവിടെയാണ്. പിന്നെ ഈ അതുപോലെ തന്നെ നിങ്ങൾ ഈ പാലത്തിൽ കൂടെ നടക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വീഡിയോ എടുക്കാനായിട്ടോ എങ്ങനെയെങ്കിലും ഒരു പാലത്തിൽ കയറി പോകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലോട്ടായിരിക്കും വീഴുന്നത്. ഇതിൻ്റെ ഒരു മെക്കാനിസം ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ ലൈറ്റ് വട്ടത്ത് ഈ നമ്മൾ വല പൊക്കി കഴിയുമ്പോൾ ഈ മീനെല്ലാം കൂടി ഒരു ഭാഗത്ത് ഇങ്ങനെ വന്ന് കെട്ടി നിൽക്കും. അത് നമ്മൾ വല ആദ്യം പിടിച്ച് കുടയണം. നമ്മൾ വല കുടഞ്ഞു കഴിയുമ്പോൾ ഈ മീൻ മൊത്തത്തിൽ വന്ന് അടിയിൽ വന്ന് സെറ്റാവും. സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു റോപ്പ് വലിച്ചിട്ടാണ് നമ്മൾ മീൻ പിടിച്ച് മേപ്പോട്ട് വലിച്ചെടുക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങൾ ലാഗ് അടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കിട്ടിയ മീനൊരു പാത്രം തട്ടിയിടും. എന്നിട്ട് ലൈറ്റ് വട്ടത്തിൽ വെച്ചിട്ട് ഇത് പല ടൈപ്പ് മീനാണ്, ഒരു മീൻ മാത്രമായിരിക്കില്ല. അങ്ങനെ നമ്മളത് വേർതിരിക്കും. ഇപ്പോൾ അതിനകത്ത് ചൂട കാണും, നന്തൽ കാണും, അങ്ങനെ കുറേ ടൈപ്പ് മീനുകൾ കാണും. അങ്ങനെ അതെല്ലാം നമ്മൾ തിരിഞ്ഞ് പറക്കി വേറെ പാത്രത്തിലോട്ട് മാറ്റും. പിന്നെ ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെറുതായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കും വല.
ഫുള്ള് മൊത്തത്തിൽ അടിയിലോട്ട് നമ്മൾ വല വിടില്ല. കാരണം അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ മീനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ചൂടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി മാറും. അതിന് വേണ്ടിയാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്ത വല നമ്മൾ വല പൊക്കുന്ന രംഗമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ വരാമെങ്കിൽ മീൻ കിടന്ന് കളിക്കില്ല. അതെടുക്കാം. അത് കൊള്ളാം. അതുപോലെ തന്നെ ഈ പാത്രത്തിൽ കിടക്കുന്ന മീനിൻ്റെ പേരാണ് ഞുണ്ണ. അത് കുറച്ച് മുള്ള് കൂടുതലുള്ള മീനാണ്. പക്ഷെ അതിൻ്റെ വലിയ മീൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എങ്കിലും പക്ഷേ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണത്. ഇത് നിങ്ങൾ കാണാൻ ചൂടയാണ്. ചൂട നമ്മൾ സെപ്പറേറ്റ് തിരിഞ്ഞ് വെച്ചേക്കുന്ന രംഗം ഇപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് കിട്ടിയ മീനാണ്. സാധാരണ നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടാറുള്ളതാണ്. ചില വെള്ളത്തിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മീൻ അങ്ങനെ അധികം കിട്ടാറില്ല ചില സമയത്ത്. അങ്ങനെ ഞങ്ങൾക്ക് പണി മോശമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൗച്ചേൻ്റെ ചീന വരെ എടുത്ത് കിടക്കി. ഇനി കുറേ നേരം കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 3 കരിമീനാണ്. അതുപോലെ തന്നെ ഇതും നമുക്ക് കിട്ടിയ മീൻ തന്നെയാണ്. നമുക്ക് വീഡിയോക്കകത്ത് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മൾ രണ്ടുപേരോടാണ് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വെള്ളയ്ക്ക് പോയി കിട്ടിയ മീനാ, പുറത്ത് മീൻ.